KP ഉണ്ണികൃഷ്ണൻ സുഖമുള്ള നമുക്ക് നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു അദ്ദേഹം. SKN ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ മലയാളി നേതാവായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. ഒരു കാലത്ത് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ എണ്ണിയാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് KP ഉണ്ണികൃഷ്ണനായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ്റെ പ്രസംഗത്തിന് പാർലമെൻറ്റ് കാതോർത്ത് നിന്ന കാലമുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ ഗൾഫ് മേഖലയാകെ അശാന്തി പടരുമ്പോൾ ഒരുപക്ഷെ ഇതിലൊരു യാദൃച്ഛികത ഉണ്ടാകാം. 89-ൽ ഈ കുവൈറ്റിൽ ഇറാഖ് അധിനിവേശം നടക്കുന്ന കാലത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. അന്ന് വിദേശകാര്യമന്ത്രി IK ഗുജറാളായിരുന്നു. ഗുജറാളിന് പക്ഷേ ആ ശ്രമത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ഈ ദൗത്യം ഏൽപ്പിച്ചത് KP ഉണ്ണികൃഷ്ണനെയാണ്. KP ഉണ്ണികൃഷ്ണൻ അത് വിജയകരമായി ആ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു. കുവൈറ്റിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് മുൻകൈ എടുത്തത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന, കേന്ദ്രത്തിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടിയായ KP ഉണ്ണികൃഷ്ണനായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ പിന്നീട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, താനത് നേടിയെടുത്തത് സദ്ദാം ഹുസൈനെ ഇറാഖിലെ ഒളിയിടത്ത് അദ്ദേഹം ഒളിവിൽ പാർത്തിരുന്ന ആ സ്ഥലത്ത് പോയി കണ്ട് അതിന് അതായത് ഇറാഖിൻ്റെ ആക്രമണം ഉണ്ടാകില്ല ഈ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ എന്നതിൻ്റെ ആ നിലയിലുള്ള ഒരു പ്രത്യേക അനുമതി വാങ്ങിയെടുത്താണ് KP ഉണ്ണികൃഷ്ണൻ അന്ന് ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിച്ചത്. നേരത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയതെങ്കിലും പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം കോഴിക്കോട് പന്നിയങ്കരയിലെ പത്മാലയം എന്ന വീട് നേരത്തെ തന്നെ കോഴിപ്പുറത്ത് മാധവ മേനോൻ, കുട്ടിമാളു അമ്മ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളുടെ ആ തറവാട്ടിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ കൂടിയായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. രാമനോഹർ ലോഹിയുമായി തെറ്റുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പൊതുശത്രുവായി പ്രഖ്യാപിക്കുന്ന ലോഹിയുടെ നയങ്ങളുമായി യോജിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പിന്നീട് കോൺഗ്രസിൽ ചേർന്നപ്പോൾ തന്നെ അന്ന് ഈ പകുതി പ്രവർത്തക സമിതി അംഗങ്ങളെ നോമിനേഷനിലൂടെ അല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെയെങ്കിലും അവരെ ആ നിലയിൽ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു KP ഉണ്ണികൃഷ്ണൻ്റെ വാദം. ഇക്കാര്യത്തിൽ പുനെ AICC സമ്മേളനത്തിൽ ശ്യാംനന്ദൻ മിശ്ര അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചതിന് ജവഹർലാൽ നെഹ്റു അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. VK കൃഷ്ണമേനോനുമായും ഉറ്റ ബന്ധമായിരുന്നു KP ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത്. 1971 തെരഞ്ഞെടുപ്പിൽ KP ഉണ്ണികൃഷ്ണൻ വരുന്നത് തന്നെ ഒരു ചരിത്ര സംഭവമായിരുന്നു. 71-ൽ KPCC ലീലാ ദാമോദര മേനോനെയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന KP ഉണ്ണികൃഷ്ണൻ ഇവിടേക്ക് അയക്കുകയായിരുന്നു. കേരളത്തിലെ വടകരയിലെ കോൺഗ്രസ്സുകാർക്കും ജനങ്ങൾക്കുമൊന്നും KP ഉണ്ണികൃഷ്ണൻ അന്ന് അത്രത്തോളം പരിചിതനായിരുന്നില്ല. 71-ൽ ലീലാ ദാമോദരന് വേണ്ടി ചുവരെഴുത്ത് വരെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. ആ ചുവരെഴുത്ത് മായ്ച്ചുകൊണ്ടാണ് KP ഉണ്ണികൃഷ്ണനെ വിജയിപ്പിക്കണം എന്ന ചുവരെഴുത്തിലേക്ക് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ കടന്നത്. 71-ൽ ആദ്യ മത്സരത്തിൽ തന്നെ വടകരയിൽ നിന്ന് ജയിച്ചു. 71-ൽ ജയിച്ചു. പിന്നീട് 78-ലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 80-ൽ പക്ഷേ അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുമായി അകന്നിരുന്നു. കോൺഗ്രസിൻ്റെ ദേവരാജ് അരസ് വിഭാഗത്തിലേക്ക് അദ്ദേഹം മാറിയിരുന്നു. 80-ൽ 71-ലും 78-ലും അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് വടകരയിൽ ജയിച്ചതെങ്കിൽ 80-ൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് U ടിക്കറ്റിൽ വിജയിക്കുന്നു. പിന്നീട് കോൺഗ്രസ് എസ്സിലേക്ക് അദ്ദേഹം മാറുന്നു. കോൺഗ്രസ് എസ്സിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് 80-ൽ വിജയിച്ചു, 84-ൽ വിജയിച്ചു, 89-ൽ വിജയിച്ചു, 91-ൽ വിജയിച്ചു. ഈ കാലഘട്ടം 80 മുതൽ 91 വരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം വിജയിച്ചത്. പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് 95-ൽ മടങ്ങിയെത്തുന്നു. നേരത്തെ തന്നെ രാജീവ് ഗാന്ധിയുമായി അത്ര ഊഷ്മള ബന്ധമായിരുന്നില്ല KP ഉണ്ണികൃഷ്ണന്. ആ തർക്കം ഒരുപക്ഷെ അദ്ദേഹത്തിനെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് പിന്നീട് വരുന്നതിന് പല തടസ്സങ്ങളും സൃഷ്ടിച്ചിരിക്കാം. ഏതായാലും 96-ൽ 80-ൽ അദ്ദേഹം തോൽപ്പിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ്, കോൺഗ്രസിൻ്റെ ഇന്ദിരാ വിഭാഗം സ്ഥാനാർത്ഥിയെ. 96-ൽ അദ്ദേഹം CPIM നേതാവ് O ഭരതനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് അങ്ങനെ കാര്യമായി എത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല. വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.